ഹലോ, വെൽക്കം ടു മൈ കാശി വ്ളോഗ്. ഒത്തിരി സന്തോഷത്തോടെയും എക്സൈറ്റ്മെൻറ്റോടുകൂടിയും ആണ് ഞാൻ എൻ്റെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാശി ജേണി നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ചെന്ന് ദിവസം ഒരു സന്ധ്യ ആയപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള അസീഘട്ടിലോട്ട് ഞാൻ പോയി. ആ അസീഘട്ട് ഒരു സന്ധ്യാ നേരത്ത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ. ആ സന്ധ്യയ്ക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ലൈറ്റുകളും, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്പിരിച്വൽ സ്ഥലം. നല്ല തിരക്കാണ് കേട്ടോ അവിടെ. നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ, ഭയങ്കര തിരക്ക്, ഒട്ടും പരിചിതമല്ലാത്ത ഒരു സ്ഥലമല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്ത ഇതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ അമ്പലങ്ങൾ, ശിവൻ അമ്പലങ്ങളുണ്ട്. അവിടെ എല്ലാം നമുക്ക് ശിവലിംഗത്തിൽ തൊട്ട് തൊഴാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അത് നമുക്കൊരു എനർജി നമുക്കൊരു പാസ് ഓൺ ചെയ്യുന്ന പോലെ അല്ലേ തൊടുമ്പം തന്നെ. പിന്നെ അവിടുന്ന് നേരെ കാലഭൈരവ ക്ഷേത്രത്തിലോട്ട് പോയി. അപ്പം അവിടെ എല്ലാം ഈ സൈക്കിൾ റിക്ഷയിലാണ് കേട്ടോ യാത്ര. പിന്നെ അത് കഴിഞ്ഞ് സൈക്കിൾ റിക്ഷ ഇറങ്ങിയിട്ട് പിന്നെ കുറേ നടക്കണം. കാലഭൈരവൻ എന്ന് പറയുന്നത് കാശിയുടെ പ്രൊട്ടക്ടറായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ചെന്ന് ആദ്യം തന്നെ കാലഭൈരവനെ പ്രാർത്ഥിക്കാനാണ് പോകേണ്ടത്. കാലഭൈരവൻ്റെ പെർമിഷനോട് കൂടിയേ നമുക്ക് പിന്നെ കാശി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. സംഹാര രുദ്രനായിട്ടാണ് കാലഭൈരവനെ പൊതുവെ കണക്കാക്കപ്പെടുന്നത്. കാശിയെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷിച്ച് നമ്മൾ കാലഭൈരവനെ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ദീർഘായുസിനും എല്ലാ ദോഷങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ കാശിയിലെ ക്ഷേത്രങ്ങളിൽ, മിക്ക ക്ഷേത്രങ്ങളിലും വെളിയിൽ ഈ സന്യാസിമാരൊക്കെ ഉണ്ട്. നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ ചന്ദനവും നടുക്ക് കുങ്കുമവും ഒക്കെ തൊട്ട് തരും. അത് നമുക്ക് പ്രത്യേക ഒരു തണുപ്പും ഒരു നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള കുറേ അമ്പലങ്ങളൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. കുഞ്ഞു കുഞ്ഞ് ശിവക്ഷേത്രങ്ങളെല്ലാം, പക്ഷെ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ്. പിന്നെ രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ബാട്ടി ചോക്ല എന്ന് പറഞ്ഞിട്ട്. ആ ബാട്ടി ചോക്ലയിലെ ആ ഒരു ഫേമസ് ഡിഷാണ് ഈ ബാട്ടി ചോക്ല കോംബോ. ഈ കോംബോയുടെ കൂടെ തന്നെ ഇങ്ങനെ കുറേ ചട്നിയും ഒണിയനും ഡാൽ കറി, സബ്ജി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആക്ച്വലി എനിക്ക് ആ സംഭവം അത്ര ഇഷ്ടപ്പെട്ടില്ല. ടേസ്റ്റ് ഒരു വല്ലാത്ത ടേസ്റ്റാണ്. പക്ഷെ അവിടെ അത് ഭയങ്കര ഫേമസ് ആണ്. വീഡിയോസിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര ഹൈപ്ഡ് സംഭവമാണ് ഈ ബാട്ടി ചോക്ല റെസ്റ്റോറൻറ്റ്. എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ രാവിലെ 2:30 എഴുന്നേറ്റ് 3 മണിയായപ്പം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രത്തിൻ്റെ വെളിയിൽ രാവിലെ 3 മണിക്കുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പം അടുത്ത് വരെ സൈക്കിൾ റിക്ഷയിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ നടത്താണ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയത്. അപ്പം എൻ്റെ ഗൈഡ് പറഞ്ഞു വെളുപ്പിനെത്തിയാൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഈ ഗൈഡിനെയൊക്കെ ഞാൻ ഗൂഗിൾ വഴി ബുക്ക് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു സോളോ ട്രാവൽ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് എക്സ്പീരിയൻസ്, എല്ലാം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് പറയാം കേട്ടോ. അങ്ങനെ അവിടുന്ന് സ്പർശ ദർശനം നടത്തി. സ്പർശ ദർശനം നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാം. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. വല്ലാത്തൊരു എനർജിയാണ് ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൂടെ. ഭയങ്കര തിരക്കാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി, ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. അവിടെ കുറേ നേരം ഞാൻ അമ്പലത്തിൽ തന്നെ ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തു. രാവിലെ ആ ഒരു 4-4:30 സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ അസീഘട്ടിൽ നിന്ന് ഒരു ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ബോട്ട് റൈഡ് എപ്പോഴും വെളുപ്പിനെ നടത്തുന്നതാണ് നല്ലത്. നമുക്ക് നല്ലതായിട്ട് ആ സൺറൈസ് ഒക്കെ കാണാം. ഈ ഗംഗാ നദിയുടെ തീരത്തൂടെ ഈ ഘാട്ടുകളിലൂടെ. ഞാൻ പ്രൈവറ്റ് ബോട്ടിലാണ് കേട്ടോ പോയത്. വാരണാസിയിൽ ടോട്ടൽ 84 മേജർ ഘട്ടുകളാണുള്ളത്. ഇങ്ങനെ ബോട്ട് റൈഡിന് പോകുമ്പം നമുക്ക് എല്ലാ മേജർ ഘട്ടുകളും കാണാം. ഓരോ ഘട്ടിനും ഓരോ സ്റ്റോറിയുണ്ട്. ഇത് മണികർണിക ഘട്ട്. ഇവിടെ 24 മണിക്കൂറും ക്രിമേഷൻ നടത്തും. മണികർണിക ഘട്ട് മാത്രമല്ല, ഹരിശ്ചന്ദ്ര ഘട്ടും 24 hours ക്രിമേഷൻ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ആ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ മൊമെൻറ്റും എങ്ങനെ ചെറിഷ് ചെയ്യണം. കാരണം നമ്മൾ ഓരോ ആൾക്കാരെ നമ്മളെപ്പോഴും ടേക്കൺ ഫോർ ഗ്രാൻഡായിട്ട് കാണും അല്ലേ. പക്ഷേ അങ്ങനെ കാണാതെ നമ്മൾ ഇന്ന് കണ്ട ഒരാളെ ചിലപ്പോൾ നാളെ കാണണമെന്നില്ല. അപ്പം ഓരോ റിലേഷൻഷിപ്പിനും നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം അതൊക്കെ നമുക്ക് അവിടെ ഒരു 5 minutes ഇരിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. പിന്നെ ബോട്ട് റൈഡ് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ഒന്ന് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്ന് കുറച്ച് സ്ട്രീറ്റ് ഫുഡ്, സമോസ, ചാട്ടും ഗുലാബ് ജാമൊക്കെ കഴിച്ചിട്ട് ദശാശ്വമേധ് ഘാട്ടിലെ മംഗളാരതി കാണാൻ വന്നു. അത് ഫ്രണ്ടിൽ നിന്ന് ബോട്ടിൽ നിന്നാണ് കണ്ടത് കേട്ടോ. ഈ മംഗളാരതി ദശാശ്വമേധ് ഘാട്ടിലെ 1 hour ആണുള്ളത്. അതാണ് ഈ ദശാശ്വമേധ് ഘാട്ടിലെ മംഗളാരതിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മംഗളാരതി. ഈവനിങ് ആണ് ഉള്ളത്.
നല്ല രസമാണ് കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് കാണാനായിട്ട്. നമുക്ക് നല്ല മ്യൂസിക്കോട് കൂടിയാണ്, പക്ഷേ എനിക്ക് ആ മ്യൂസിക് ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, അത് കോപ്പിറൈറ്റ് വരും. പിന്നെ അത് കഴിഞ്ഞും കുറച്ച് സ്വീറ്റ്സ്. ഇവിടുത്തെ ഒരു ഫേമസ് സ്വീറ്റ് എന്ന് പറയുന്നത് മലായി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷെ അത് ഗ്യാസ് ഷോർട്ടേജ് കാരണം എനിക്കത് അവിടെ നിന്ന് ഇപ്രാവശ്യം കഴിക്കാൻ പറ്റിയില്ല. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ നോക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് 108 ശിവലിംഗങ്ങളുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ. ഇതിനകത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകത, നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. നോർമലി മെഡിറ്റേറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ കൂടെ അവിടെ ഒരു 5 മിനിറ്റ്സ് കണ്ണടച്ചിരുന്നാൽ നമ്മുടെ ഇന്നർ സോളുമായിട്ടും നമ്മുടെ ഓൺ എനർജി ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ചുറ്റിനും കുറേ അമ്പലങ്ങളുണ്ട്. ദേവി ഒരു ടെമ്പിളുണ്ട്, അതും അവിടുത്തെ ഒരു ഫേമസ് ടെമ്പിളാണ്. ഇതാണ് ആ ദേവി ടെമ്പിൾ. ഇവിടുത്തെ മിക്ക ടെമ്പിളും നമ്മളിങ്ങനെ തലയിൽ നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസിലൊക്കെ പോകുന്ന പോലെ ഷോളൊക്കെ ഇട്ട് വേണം പോകാൻ കേട്ടോ. പിന്നെ വേറൊരെണ്ണം ഒരു ഹനുമാൻ ക്ഷേത്രം, സങ്കട്ട് മോചൻ എന്ന് പറഞ്ഞിട്ടൊരു ഹനുമാൻ ക്ഷേത്രം. അമ്പലങ്ങളെല്ലാം നല്ല രസമാണ് കേട്ടോ, നല്ല തിരക്കാണ്. എന്നാൽ നമുക്ക് ആ ഒരു തിരക്കിനകത്ത് നമുക്കൊരു ശാന്തത ഫീൽ ചെയ്യും. അതാണ് ആ ഒരു കാശി വാരണാസിയിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഭയങ്കര തിരക്കിലും ബഹളത്തിലും ഇടയ്ക്ക് നമുക്കൊരു കാംനെസ് ഫീൽ ചെയ്യും. അതാണ് അവിടെ ഒരു പ്രത്യേകത. ഇത് നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അസീഘട്ടിലുള്ള മോർണിംഗ് ആരതി കാണാൻ പോവാണ്. ഇത് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് നടന്ന് ഞാൻ പോയതേ ഉള്ളൂ, തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാം. അതെനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമുണ്ട്. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലിരുന്ന് കാണാൻ പറ്റി. എൻ്റെ ഗൈഡ് തന്നെ ബുക്ക് ചെയ്തിരുന്ന് തന്നതാണ്. അവിടെ ഫ്രണ്ട് സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. 300 രൂപയേ ഉള്ളൂ ഫ്രണ്ട് സീറ്റിൻ്റെ ബുക്കിംഗ്. അവിടെ ആരെങ്കിലും അറിയാമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം. തൊട്ട് ഫ്രണ്ടിലിരുന്ന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു എറ്റേണിറ്റി, ട്രാങ്കുലിറ്റി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അനുഭവമാണ് എനിക്ക് അവിടെ തോന്നിയത്. ഇത് 30 മിനിറ്റ്സ് ആണുള്ളത് കേട്ടോ. ഒരു 5:45 തൊട്ട് 6:15 വരെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ടൈം. പക്ഷെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ അസീഘട്ടിലെയും ദശാശ്വമേധ് ഘട്ടിലെയും മംഗളാരതി. സൂപ്പർബ് ഒരു ഡിവൈൻ ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് അത് വിറ്റ്നസ് ചെയ്യുക. പിന്നെ ഫ്രണ്ട് ഇരുന്ന് കാണാൻ പറ്റിയോണ്ട് തന്നെ അത് കഴിയുമ്പം നമുക്ക് ഡയറക്റ്റായിട്ട് പൂക്കൾ വെച്ചിട്ട് നമുക്ക് ഒരു അർച്ചന പോലെ നമുക്കും ചെയ്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വല്ലാത്തൊരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നി, ഭയങ്കര ഇതായിട്ട് ഒരു എനർജി ഫീൽ ചെയ്തു. പിന്നെ അതിൻ്റെ അടുത്തുള്ള വേറെ 1-2 അമ്പലങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ധാരയൊക്കെ നടത്താം. ശിവലിംഗത്തിൽ ധാര നമുക്ക് ഡയറക്റ്റ്, ഞാൻ പറഞ്ഞില്ല, അവിടെ എല്ലായിടത്തും നമുക്ക് സ്പർശദർശൻ പോലെ തൊട്ട് നമസ്കരിക്കാം, ധാര നടത്തുകയും ഒക്കെ ചെയ്യാം. അത് അവിടുത്തെ അമ്പലങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റൂമിലൊക്കെ വന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ഇതൊരു 12 മണിയായപ്പോൾ വീണ്ടും ഇറങ്ങി. റിക്ഷയിൽ കുറേ ദൂരം പോയിട്ട് പിന്നെ ഞാൻ കിലോമീറ്റർ തന്നെ നടന്നു എന്ന് തോന്നുന്നു. ഇത് അവിടുത്തെ ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് മാർക്കറ്റായ ഗൊഡോവ്ലിയ മാർക്കറ്റിലോട്ടാണ് പോയത്. അവിടെ ഈ അമ്പ സാരീസ് പറഞ്ഞ ഷോപ്പിൽ തന്നെ ഗൈഡ് കൊണ്ടുപോയ ഒരു കട. എനിക്കല്ലാതെ ആ കട ചെന്നപ്പോഴത്തേക്ക് നല്ല സാരി സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ 2 സാരികളാണ് എടുത്തത്. ഒരെണ്ണം അമ്മയ്ക്കും ഒരെണ്ണം എനിക്കും എടുത്തു. ഇങ്ങനെ ബനാറസി ആ ഒരു മെറ്റീരിയൽ സാരികളാണ്. ആദ്യം ഇങ്ങനെ ഭയങ്കര ഗോഡി സാരികളൊക്കെ കാണിച്ചു. ഞാൻ ആദ്യം വർക്കില്ലാത്ത കാഷ്വൽ വെയർ സാരീസ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ, പിന്നെ രണ്ടാമത് ചോദിച്ചപ്പോൾ നോർമൽ സാരീസ് കാണിച്ചു. ഇത് അവിടുത്തെ ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡാണ് ലക്ഷ്മി ചായ്വാല, ഇതാണ് കടയുടെ പേര്. ഇത് അവിടെ തന്നെയാണ് കേട്ടോ, ഈ കൊഡോവ്ലിയ മാർക്കറ്റ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് റോഡിൽ തന്നെയാണ് ലക്ഷ്മി ചായ്വാല. അവിടുത്തെ മലായി ടോസ്റ്റും ബട്ടർ ടോസ്റ്റും ചായയും സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് മലായി ടോസ്റ്റിനേക്കാളും നോർമൽ ബട്ടർ ടോസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ ചായ പിന്നെ എനിക്ക് ഇപ്പോഴും ആ ചായയാണ് മിസ് ചെയ്തു. ആ മട്കയിലുള്ള ചായ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചിലയിടത്ത് ഇഞ്ചിയുണ്ട്, ചിലയിടത്ത് ഏലക്കയുണ്ട്, എല്ലായിടത്തും ഇഞ്ചിയില്ല. പക്ഷേ എനിക്ക് ഇഞ്ചിയുള്ള അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏലക്ക ചായ സൂപ്പറാണ്. പിന്നെ വരുന്ന വഴിക്ക് ഒരു പാനം ടേസ്റ്റ് ചെയ്തു. പാനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, വല്ലാത്തൊരു ടേസ്റ്റ്. പിന്നെ വീണ്ടും ഞാൻ ഈ മലായി കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഗുലാബ് ജാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഗുലാബ് ജാം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വഴിയിൽ നിന്നെല്ലാം ഞാൻ ഗുലാബ് ജാം, കാരണം ഞാൻ കിലോമീറ്റർ കണക്കിന് ഒരു ദിവസം നടന്നുകൊണ്ടിരുന്നത്. കാല് ഒക്കെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് നീരുണ്ട്, പക്ഷേ പിറ്റേ ദിവസം വീണ്ടും ഞാൻ എനർജി സംഭരിച്ച് വീണ്ടും പോകും. ഈ ബ്ലൂ ലസ്സി ഷോപ്പും അവിടുത്തെ ഒരു ഫേമസ് ഭയങ്കര വൈറൽ ഷോപ്പ് എന്നൊക്കെ പറയുന്നതാണ് ഈ ബ്ലൂ ലസ്സി. അത് ലസ്സിയാണ് അവിടുത്തെ. അവിടെ തിരക്ക് കണ്ടപ്പോഴേ എനിക്ക് കയറണ്ടാവെന്ന് തോന്നി. അത്ര തിരക്കാണ്, അടുക്കാൻ വയ്യ. പിന്നെ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ തന്നെ നമ്മളോട് ഓരോ കഥകൾ പറയുന്ന പോലെയാണ് കേട്ടോ. ഇങ്ങനെ പെയിൻറ്റിങ്സ് കണ്ടോ, ഓരോ പെയിൻറ്റിങ്സും ഓരോ കഥകളും നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന പോലെ. കാരണം നടക്കുമ്പോഴും നമുക്ക് ആ ഒരു തളർച്ചയൊന്നും തോന്നത്തില്ല. ഇത് കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ച് ബോട്ട് പിടിച്ച്, അതൊരു നോർമൽ ബോട്ട് പിടിച്ചിട്ട്, കോമൺ ബോട്ട് പിടിച്ചിട്ട് തിരിച്ച് അസീഘട്ടിലോട്ട് പോയത്.
ബോട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് എത്താനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും കിലോമീറ്റർ നടക്കേണ്ടി വരും. അങ്ങനെ ആ ദിവസത്തെ പരിപാടിയും കഴിഞ്ഞു. ഇത് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്ന ദിവസം ഉച്ചയ്ക്കേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. അപ്പം രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നന്ദുവിന് വേണ്ടി അവിടെ എന്തെങ്കിലും ഒരു ബലി പോലെ ചെയ്യണം. അപ്പം അവിടെ അത് ചെയ്യുന്നത് ഭയങ്കര വലിയ ഒരു ചടങ്ങായിട്ടാണ്, പിണ്ടദാനം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം കുറച്ച് വലിയ 1 മണിക്കൂർ നീണ്ട ഒരു ചടങ്ങാണ്. അപ്പം അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നടക്കുകയാണ്. എൻ്റെ ഹോട്ടലിൽ നിന്ന് അസീ ഘട്ടിൻ്റെ തൊട്ട് ഒരു ഘട്ടം അപ്പുറത്തുള്ള തുളസി ഘട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെല്ലാനാണ് അവിടുത്തെ പണ്ഡിറ്റ്മാർ പറഞ്ഞിരുന്നത്. 2 പേരുണ്ട് കേട്ടോ. ആ പൂജ കഴിഞ്ഞപ്പോഴത്തേക്കും അത്ഭുതം, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, മഴ ചാറി തുടങ്ങി. ചെയ്തുകൊണ്ടിരുന്ന അവർ തന്നെ പറഞ്ഞു ഇത് ഭയങ്കര മഹാദേവിൻ്റെ ബ്ലെസ്സിങ് ആണ് മഴ പെയ്യുന്നത്. കാരണം അവിടെ ജൂണിലൊക്കെ മഴ പെയ്യാറുള്ളൂ. ഈ സമയത്ത് മഴ പെയ്യുമ്പം ടൂറിസ്റ്റ് സീസണാണ് ഈ മാർച്ചിലൊക്കെ, ഒരിക്കലും മഴ പെയ്യാത്ത സമയമാണ്. പക്ഷെ ചടങ്ങ് കഴിഞ്ഞപ്പം നല്ല മഴ ചാറി തുടങ്ങി. എൻ്റെ മൈൻഡിലെ ആ സന്തോഷം, നന്ദുവിന് അത്രയും ഹാപ്പിയായി. നന്ദു മഹാദേവൻ്റെ ഒരു ബ്ലെസ്സിങ്സും എല്ലാം എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും എനർജിയൊക്കെയാണ് ഫീൽ ചെയ്തത്. അപ്പം അത്രയും സന്തോഷത്തോടെ ഞാൻ കാശിയിൽ നിന്ന് യാത്ര ചെയ്യുകയാണ് തിരിച്ച് വീട്ടിലോട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.